ഹലോ ഫ്രണ്ട്സ്, മുങ്ങ അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നാഗ ചൈതന്യം സായി പല്ലവി അഭിനയിക്കുന്ന പടത്തിന്റെ ഒരു പാട്ടിലുള്ള സ്റ്റിൽസ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിന്റെ ഓവർസീസ് പാർട്ണറായിട്ട് വന്നിട്ടുള്ള ഫാൾസ് ഫിലിംസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓൾറെഡി അറിയിച്ചാണ് ഒക്ടോബർ 17 പടം റിലീസ് ആവുന്നുള്ളത്. അത് ഈ പോസ്റ്ററിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറി എന്ന് പറഞ്ഞ പടം ഒക്ടോബർ 22 ഇന്ത്യയിൽ സ്ട്രീമിംഗ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഓവർസീസിൽ സ്ട്രീമിംഗ് ആവുന്നുണ്ട് ഓൾറെഡി OTT. അപ്പോൾ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടും അത്. പിന്നെ ജോക്കറിന്റെ 2ാം ഭാഗം നാളെയാണ് ഇവിടെ റിലീസാവുന്നത്. ശരിക്കും 4 റിലീസ്, പക്ഷേ ഇന്ത്യയിൽ 2 റിലീസാവും. എത്ര ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും വിനായകനും അഭിനയിക്കുന്ന പടം മമ്മൂട്ടി കമ്പനിന്റെ 7ാമത്തെ പടമാണ്. ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ കെ ജോസാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു 3 സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. 3 ഞാൻ കാണിക്കുന്നുണ്ട്. Day 7th Day 6th ഒക്കെ ആയിട്ടാണ്. പിന്നെ വിശ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ 10 Days to Go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിലത്തെ രാം മച്ച എന്ന് പറഞ്ഞ പാട്ട് 19.5 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട് എന്ന് അറിയിച്ചു. പിന്നെ മട്ക എന്ന് പറഞ്ഞ വരുൺ തേജിന്റെ പടത്തിന്റെ റിലീസ് ഡേറ്റ് എന്ന് അറിയിക്കും പറഞ്ഞാൽ അത് അറിയിച്ചിട്ടുണ്ട്. നവംബർ 14 എന്ന് വെച്ചാൽ 14/11/2024 റിലീസ് ആവുന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റർ ഇതാണ്. പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഖാലിദ് റഹ്മാൻ അടുത്തതായി എടുക്കുന്ന ഒരു ബോക്സിംഗ് പടമാണ്. നസ്ലിനും ലുക്മാനൊക്കെ മെയിൻ കഥാപാത്രമായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേര് വന്നിട്ടുണ്ട് ആലപ്പുഴ ജിംഖാന എന്നാണ് പേര്. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ US റിലീസിലൂടെ 250K+ കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന് നല്ല റിവ്യൂസ് ആണെങ്കിൽ പോലും പടം ഫ്ലോപ്പ് ആവാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കളക്ഷൻ വൈസ് ഇട്ടാ. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3 Days to Go പോസ്റ്റർ വന്നു. അതേമാതിരി അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യൂബാരിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ വേട്ടയെന്ന് പറഞ്ഞ പടത്തിന് യൂബാരിയ സർട്ടിഫിക്കറ്റാണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പടത്തിൻ്റെ റൺ ടൈം ഇന്നലെ ഞാൻ പറഞ്ഞത് 2 മണിക്കൂറും 43 മിനിറ്റും 25 സെക്കൻഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞു കേൾക്കുന്നത് അതല്ല, 2 മണിക്കൂറും 40 മിനിറ്റാണ് പടത്തിൻ്റെ റൺ ടൈം എന്നാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 18 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 22 മിനിറ്റും എന്നുള്ള രീതിയിലാണ്. പിന്നെ അജയൻ്റെ 2ാം മാസം എന്ന് പറഞ്ഞ പടം 100 കോടി നേടി എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തേൻ്റെ പടത്തിൻ്റെ എഡിറ്ററാണ് ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആൾ കണ്ട കൊറിയൻ ഫിലിംസ്, വയലൻസ് ആയിട്ടുള്ള കൊറിയൻ ഫിലിംസൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ അത്ര വയലൻസ് വരില്ല എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ പടം അത്രയും വയലൻസ് എന്നുള്ളതാണ് അതിലൂടെ ആൾ പറയുന്നത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലീക്കുകൾ പ്രശ്നം വന്നിരുന്നു ഹിന്ദുസ്ഥാനിലൂടെ. ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് വരുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിൽ. അത് ഒക്ടോബർ 3 റിലീസാവുക. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജ 4 അടക്കം ഷൂട്ടിങ് 5 മുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഷെഡ്യൂൾ 2 ആഴ്ചക്കാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ചെറിയ ഷെഡ്യൂളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കാൻ സാധിക്കുന്നത്. അത് തളപതി വിജയുടെ ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസ് ഉണ്ട്. അതിൻ്റെ കാരണമായിട്ടാണ് ചെറിയ ഷെഡ്യൂൾ ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഇതിൽ ബോബി ഡിയോൾ ഉണ്ട് എന്നുള്ള കൺഫേം ആയ രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പൂജാഗിട്ടി ഉണ്ട് എന്നുള്ളത് കൺഫേം ആയ രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സോങ്ങിനുള്ള വലിയ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അറബിക്കുത്തിന് ശേഷം അതേപോലെ ഭയങ്കര ഹിറ്റാവുന്ന പാട്ടായിരിക്കും വരാൻ പോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നൊരു വീഡിയോ വന്നിരുന്നു കെവിൻ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് തളപതി 69 എന്ന് പറഞ്ഞിട്ട്. വേറെ നല്ല കാസ്റ്റ് അനൗൺസ്മെൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒക്ടോബറിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് ഇനി വരുന്ന 3 ദിവസം, ആ 3 ദിവസങ്ങളിൽ കാസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇന്ന് 5 മണിക്ക് വരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ബോബി ഡിയോളിൻ്റെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. വെൽക്കം ഓൺ ബോർഡ് ബോബി ഡിയോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തളപതി 69 റെഡ് ടീമിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള ലെവലിൽ. എന്തായാലും ഇതിന്റെ മുന്നായിട്ട് കുറേ ആൾക്കാർ പ്രഡിക്ഷനൊക്കെ ചെയ്തിരുന്നു. ആ പ്രഡിക്ഷൻ ചെയ്തതിൻ്റെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കേണ്ട എന്തായാലും. പിന്നെ ദുൽഖറിൻ്റെ അടുത്ത മലയാളത്തേക്കുള്ള തിരിച്ചുവരവ് നയാസ് ഹിദായത്തിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കൺഫേം ആയ രീതിയിലാണ് കേൾക്കുന്നത്. നയാസ് ഹിദായത്ത് ലൊക്കേഷൻ 2 നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം ലാസ്റ്റിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റിലോ ആയിട്ടായിരിക്കും അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ദുൽഖർ കാന്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. പിന്നെ ഈ സീതായത്ത് എടുക്കുന്ന പടത്തിന്റെ മെയിൻ ലൊക്കേഷൻ ഹൈദരാബാദ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി സുഷിൻ ശർമ്മ ആയിരിക്കും എൻ്റെ മ്യൂസിക് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.